السلام عليكم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. നബിയെ, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. താങ്കൾക്ക് മുമ്പ് പല സമുദായങ്ങളിലേക്കും നാം റസൂലുകളെ അയച്ചിട്ടുണ്ട്. എന്നാൽ പിശാച്, ഇബിലീസ് അവർക്ക് തങ്ങളുടെ പ്രവൃത്തികളെ അലങ്കാരമാക്കി കാണിച്ചു. അങ്ങനെ ഇന്ന് ഇഹത്തിൽ അവൻ അഥവാ പിശാച് അവരുടെ മിത്രം, കൈകാര്യക്കാരൻ ആകുന്നു. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് താനും. മനുഷ്യർക്ക് അവതരിപ്പിച്ച കാര്യങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി പ്രവാചകന്മാരെ ഭൂമിയിലേക്ക്, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് അവരിൽ നിന്ന് തന്നെ നിയോഗിക്കും എന്ന് ആദം നബി അലൈഹി ഇസ്ലാമിനെയും ഹവ്വാ ബീവിയെയും ഭൂമിയിലേക്ക് അയച്ചപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞിട്ടുണ്ട്. അഥവാ എൻ്റെ ഹിദായത്ത്, നേർമാർഗം പ്രവാചകന്മാർ വഴി നിങ്ങൾക്ക് കിട്ടുന്ന പക്ഷം എൻ്റെ നേർമാർഗം തുടർന്ന അല്ലെങ്കിൽ പിൻപറ്റിയ ആളുകൾക്ക് അവർ ദുഃഖിക്കുകയോ പേടിക്കുകയോ വേണ്ടതില്ല. പക്ഷേ പ്രശ്നം, അതോടൊപ്പം തന്നെ ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഈ മനുഷ്യനെന്ന ഈ സൃഷ്ടിയുണ്ടല്ലോ, ഞാൻ വഴിപിഴപ്പിക്കും, ഞാൻ അവരുടെ മിത്രമായി തീരും, അങ്ങനെ ഞാൻ അവരെ നരകത്തിലേക്ക് തള്ളിയിടും. അതാണ് പറഞ്ഞത്. പ്രവാചകന്മാരെ അയച്ച എല്ലാ സമുദായത്തിലും പറ്റിയ അപകടം അവിടെയായിരുന്നു. പിശാച് അവരുടെ ശത്രുവാണെന്ന അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ് ലംഘിച്ചുകൊണ്ട് പിശാചിനെ കൈകാര്യക്കാരനാക്കിയിട്ട് അവർ മുന്നോട്ട് പോയി. അതുകൊണ്ട് തന്നെ അവർ നഷ്ടത്തിൽ അകപ്പെടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.